ഇസ്രായേൽ വംശഹത്യ നടത്തിയ സമയത്ത് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇസ്രായേലിൻ്റെ കൊടി പിടിച്ച് പുറത്തിറങ്ങുകയും ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ രാജ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരായിരിക്കും. അമേരിക്കയിൽ പോലും വലിയ പ്രൊട്ടസ്റ്റാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്കിടയിൽ ആ പറഞ്ഞ ബന്ധമുണ്ട്. കാരണം അത് വംശീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടത്തോട് യോജിക്കാൻ കഴിയുന്ന എന്തൊക്കെയോ സംഗതികൾ ഇവിടെയുള്ളവർക്കുണ്ട്. അതിപ്പോൾ നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, മോദി എന്തുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഈ സംഘർഷകാലത്ത് ഇസ്രായേലിൽ പോകുന്നു? ഇറാനുമായിട്ട് നമുക്ക് എന്തുമാത്രം അടുത്ത ബന്ധമുണ്ട്, ഇറാനിൽ നമുക്ക് എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ജബഹാർ പോർട്ടിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇറാനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു റീജിയനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രയും പൈസ നമ്മൾ ഇറക്കിയിട്ടുണ്ട്, അത്രയും അവരുമായിട്ട് നമുക്ക് വ്യാപാര ഇടപാടുകളുണ്ട്, അല്ലേ? ആ ഇറാനെ ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തോക്കിൻ മുനയിൽ നിർത്തി സമ്മർദ്ദത്തിലാക്കി അതിൻ്റെ ഒരു രാഷ്ട്രം എന്നുള്ള അതിൻ്റെ പരമാധികാരത്തിന് മേലെ നിന്നുകൊണ്ട് ചർച്ച നടക്കുമ്പോൾ അതിനിപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ആക്രമിച്ചില്ലാതാക്കണം എന്ന് ഒച്ച വയ്ക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ പോയിട്ട് അതിൻ്റെ നെസറ്റിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. എന്നിട്ട് നരേന്ദ്രമോദി അവരെ അഭിവാദ്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചില 2-3 മാസം മുമ്പുള്ള ചില സന്ദർഭങ്ങളിലേക്ക് വീണ്ടും നമ്മുടെ ഓർമ്മ പോകുന്നു. അപ്പോഴാണ് ട്രംപ് പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി കളയാം, ഞാനത് ചെയ്യുന്നില്ല, ബിക്കോസ് ഹീ ഈസ് മൈ ഫ്രണ്ട്. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അദ്ദേഹം കരാറുണ്ടാക്കി ഒപ്പിട്ട് തരികയാണ്. ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കരാറുണ്ടാക്കുന്നു. ഒരു കാലത്തും ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ കർഷകർക്ക് ഇവിടുത്തെ കർഷകരുടെ അതിജീവനത്തെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള ഇറക്കുമതി വേണ്ട എന്ന് തീരുമാനിച്ചത് മോദി ആവാം എന്ന് തീരുമാനിക്കുകയാണ്. സമ്പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട പരമപ്രധാനമായ സംഗതികളെല്ലാം ട്രംപ് ആദ്യം പ്രഖ്യാപിക്കുന്ന സവിശേഷമായ സന്ദർഭത്തെ നാം അഭിമുഖീകരിക്കുകയാണ്. എന്നിട്ട് ട്രംപ് വീണ്ടും പറയുന്നു, ഞാനാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന മട്ടിൽ. എന്നെ അയാൾക്ക് പേടിയാണ്, ഇല്ലെങ്കിൽ ഞാൻ അയാളുടെ രാഷ്ട്രീയ ഭാവി തുലച്ചു കളയുമെന്ന് പറയുന്നു. അതിനിടയ്ക്ക് എപ്സ്റ്റീൻ ഫയൽസ് എന്ന പേരുള്ള എന്തോ ഒരു ഫയൽസ് പുറത്തു വരികയും അതിനകത്ത് മോദിയുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെയും പേരൊക്കെ കേൾക്കുകയും ചെയ്യുന്നു. അതിനോടൊന്നും ശരിയാവണ്ണം പ്രതികരിക്കാൻ കഴിയാത്ത വിധം പാർലമെൻറ്റിൽ നിന്ന് ഒളിച്ചോടുന്ന ഭരണകൂടത്തെ നമ്മൾ കാണുന്നു. നിങ്ങൾ സറണ്ടർ ആയില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം ദിവസങ്ങളോളം പാർലമെൻറ്റിൽ ബഹളം വെച്ചിട്ടും അതിന് പ്രോപ്പറായി ആൻസർ ചെയ്യാൻ കഴിയാത്ത ഭരണകൂടത്തെ കാണുന്നു. അപ്പോൾ ഏതൊന്നിനെയോ ഭയന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഓർക്കണം, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയ്ക്ക് മാത്രം പ്രിയപ്പെട്ട ഒരു രാജ്യമാണിപ്പോൾ. അമേരിക്കയുടെ താല്പര്യത്തിന്മേൽ ഇസ്രായേലിനോട് കൂടുതൽ രാജ്യങ്ങൾ അടുക്കുക, ഇസ്രായേലിനോട് കൂടുതൽ രാജ്യങ്ങൾ കെട്ടിപ്പിടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ ആദ്യത്തെ കെട്ടിപ്പിടുത്തക്കാരനായി നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നു വെച്ചാൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിവർത്തിച്ചു കൊടുക്കാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദാസനെ പോലെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു എന്ന വിമർശനത്തിൻ്റെ സാധ്യത അവിടെയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ തുറന്നു പറയണമല്ലോ.